അൺലെസിന്റെ ഉപയോഗമാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ ഇഫ് ക്ലോസ് പോലെ തന്നെയാണ് അൺലെസും വരുന്നത്. ഇഫ് വരുന്ന സെന്റൻസുകള് പോസിറ്റീവ് മീനിങ് ആണ് നൽകുന്നത്. ഇഫ് വരുന്ന സെന്റൻസുകൾ എന്ത് മീനിങ് നൽകുന്നു? പോസിറ്റീവ് മീനിങ് ആണ് നൽകുന്നത്. എന്നാൽ ഇഫിന്റെ ഓപ്പോസിറ്റ് ആണ് അൺലെസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അൺലെസ് നെഗറ്റീവ് മീനിങ് നൽകുന്ന സെന്റൻസുകളാണ് വരുന്നത്. ഇപ്പൊ സെന്റൻസിലെ നെഗറ്റീവ് മീനിങ് ആണ് വരുന്നത്. അപ്പോൾ ഇഫ് എന്ന് പറയുമ്പം നമ്മൾ അങ്ങനെ ചെയ്താൽ നമുക്ക് ഇങ്ങനെ വരും, പോസിറ്റീവ് മീനിങ് ആണ്. അൺലെസ് എന്ന് പറഞ്ഞാലോ നമ്മൾ അങ്ങനെ ചെയ്തില്ല എങ്കിൽ നമ്മൾ ഇങ്ങനെ വരും, പഠിച്ചില്ല എങ്കിൽ തോറ്റുപോകും. അപ്പോൾ ഓവറോൾ ആ സെന്റൻസ് ഒരു നെഗറ്റീവ് മീനിങ് വരുന്ന സെന്റൻസ് ആയിരിക്കും. ഇഫ് ആണെങ്കിലോ ഞാൻ പഠിച്ചാൽ ഞാൻ ജയിക്കും, പോസിറ്റീവ് മീനിങ് വരുന്നു. അപ്പൊ ആദ്യം പഠിക്കേണ്ടത് അൺലെസ് നെഗറ്റീവ് മീനിങ്ങും ഇഫ് പോസിറ്റീവ് മീനിങ്ങും ആണ്. ഇഫ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇന്ന് നോക്കുന്നത് അൺലെസ് ആണ്. ഇഫിന്റെ അതേ റൂള് തന്നെയാണ് അൺലെസ്സും വരുന്നത്. അപ്പൊ ഇഫ് അറിയാന്നുള്ളവർക്ക് അൺലെസ് വളരെ എളുപ്പമാണ്. നോക്കിയേ, അപ്പൊ അൺലെസിന്റെ ആദ്യത്തെ റൂളാണ് അൺലെസ് പ്ലസ് പ്രസന്റ് ടെൻസ്. അൺലെസ് പ്ലസ് പ്രസന്റ് ടെൻസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. ഇഫ് ക്ലോസിൽ പറഞ്ഞിട്ടുണ്ട് പ്രസന്റ് ടെൻസ് എങ്ങനെ മനസ്സിലാക്കാന്ന്. എങ്ങനെയാണ്? അൺലെസ് കഴിഞ്ഞിട്ട് വെർബ് V1 അല്ലെങ്കിലോ എസ്സിൽ അവസാനിക്കുന്ന വെർബോ വരാം. V1 അല്ലെങ്കിൽ എസ്സിൽ അവസാനിക്കുന്ന വെർബുകൾ. അൺലെസ് കഴിഞ്ഞിട്ട് എന്തൊക്കെ വരാം? വെർബ് V1 അല്ല എങ്കിൽ എസ്സിൽ അവസാനിക്കുന്ന വെർബോ വരാം. അല്ലെങ്കിലോ ഡു വരാം, ഡസ് വരാം, അതേപോലെ ഈസ് വരാം, ആം, ആറ്, അതുപോലെ ഹാസ്, ഹാവ്. എങ്ങനെ മനസ്സിലാക്കാം പ്രസന്റ് ടെൻസ് ആണെന്ന്? അൺലെസ് കഴിഞ്ഞിട്ട് വെർബ് V1 മാത്രം വരാം. വാക്ക്, ഈറ്റ്, സ്ലീപ്പ് ഇങ്ങനെയുള്ള വെർബ് V1 രൂപങ്ങൾ. അല്ലെങ്കിലോ എസ്സിൽ അവസാനിക്കുന്ന വെർബുകൾ വരാം. ഏതൊക്കെ? വാക്സ്, ഈറ്റ്സ് ഇങ്ങനെയുള്ള എസ്സിൽ അവസാനിക്കുന്ന വെർബുകൾ. അല്ലെങ്കിലോ ഈസ്, ആം, ആറ്, അതുപോലെ ഹാസ്, ഹാവ്, ഡു, ഡസ്. ഇതല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഓക്സിലറി ഏതെങ്കിലും വന്നിട്ടുണ്ടായിരിക്കും. വന്നാൽ മറുഭാഗത്ത് വില്ല്, ഷാള്, ക്യാൻ, മേ പ്ലസ് V1 ആയിരിക്കും വരേണ്ടത്. വില്ല്, ഷാള്, ക്യാൻ, മേ പ്ലസ് V1 ഉത്തരമായിട്ട് വരും. അപ്പൊ അൺലെസിന്റെ ആദ്യത്തെ ഇക്വേഷൻ എങ്ങനെയാണ്? ആദ്യത്തെ റൂള് അൺലെസ് പ്ലസ് പ്രസന്റ് ടെൻസ്. പ്രസന്റ് ടെൻസ് V1 എസ്സിൽ അവസാനിക്കുന്ന വെർബോ ഈസ്, ആം, ആർ, ഹാസ്, ഹാവ്, ഡു, ഡസ് ഇതിൽ ഏതെങ്കിലും ഒന്ന് വന്നിട്ടുണ്ടെങ്കിൽ മറുഭാഗത്ത് V1 വില്ല് എഴുതാം, ഷാൾ എഴുതാം, ക്യാൻ എഴുതാം, മേ പ്ലസ് V1 ഉത്തരമായിട്ട് വരും. ചോദ്യം നോക്കിയേ, അൺലെസ് യു ഗോ ബൈ ടാക്സി, അൺലെസ് യു ഗോ ബൈ ടാക്സി യു ഡാഷ് ദ ട്രെയിൻ. കണ്ടല്ലോ, അൺലെസ് വരുന്ന സെന്റൻസ് ആണ് വന്നിരിക്കുന്നത്. ഇനി ഗോ എന്ന് പറയുന്നത് വെർബ് V1 സൂചിപ്പിക്കുന്നു. നോക്ക്, അൺലെസ് കഴിഞ്ഞിട്ട് വെർബ് V1 വന്നു കഴിഞ്ഞാൽ മറുഭാഗത്ത് ഏതൊക്കെ വരാം? വില്ല് വരാം, ഷാള് വരാം, ക്യാൻ വരാം, മേ പ്ലസ് V1. ഇഫിന്റെ അതേ റൂള് തന്നെ ആ ഇഫിന്റെ സ്ഥാനത്ത് അൺലെസ് ആക്കിയെന്ന് പറയുന്നു. ഒരു നെഗറ്റീവ് മീനിങ് ആണെന്നത് നമ്മുടെ മനസ്സിൽ വേണം. ഓർമ്മയിലിരിക്കോ? നോക്കുക, മിസ് എന്ന് പറയുന്നത് നെഗറ്റീവ് മീനിങ് ആണ്. മിസ് ഓപ്ഷനിലുണ്ട്, വിൽ മിസ് ഓപ്ഷനിലുണ്ട്, വുഡ് മിസ് ഓപ്ഷനിലുണ്ട്, വുഡ് ഹാവ് മിസ്ഡ് ഓപ്ഷനിലുണ്ട്. ഏതാണ്? നമുക്ക് ഗോ V1 ആയതുകൊണ്ട് വിൽ പ്ലസ് V1. അപ്പൊ നമുക്ക് ഉത്തരം ഏത് വരുന്നു? വിൽ മിസ് ഉത്തരമായിട്ട് വരുന്നു. നീ ടാക്സിയിൽ പോകാത്ത പക്ഷം നിനക്ക് ട്രെയിന് മിസ്സാവും. ഇല്ലേ? നെഗറ്റീവ് മീനിങ് ആണ്. ഓവറോൾ സെന്റൻസ് ഒരു നെഗറ്റീവ് മീനിങ് ആണ് വന്നിരിക്കുന്നത്. അപ്പൊ മിസ് എന്ന് പറയുന്ന വെർബ് എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ്. അതുകൊണ്ട് നമുക്ക് അവിടെ കിട്ടുന്നു. അടുത്ത നോക്കിയേ, അൺലെസിന്റെ ആദ്യത്തെ റൂളാണ് നമ്മളിപ്പോ പറഞ്ഞത്. അൺലെസ് പ്ലസ് പ്രസന്റ് ടെൻസ് ആണെങ്കിൽ മറുഭാഗത്ത് വില്ല്, ഷാള്, ക്യാൻ, മേ പ്ലസ് V1 ആയിരിക്കും. ക്ലിയർ ആണല്ലോ? അൺലെസിന്റെ രണ്ടാമത്തെ റൂൾ നോക്കിയേ, ഇഫ് പഠിച്ചവർക്ക് അൺലെസ് വളരെ എളുപ്പമാണ്, പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമില്ല. നോക്കിയേ, അൺലെസിന്റെ രണ്ടാമത്തെ റൂളാണ് അൺലെസ് പ്ലസ് പാസ്റ്റ് ടെൻസ്. അൺലെസ് പ്ലസ് പാസ്റ്റ് ടെൻസ്. എങ്ങനെ മനസ്സിലാക്കാം പാസ്റ്റ് ടെൻസ് ആണെന്ന്? വെർബ് നോക്കിയാൽ മതി. വെർബ് V2 അല്ലെങ്കിൽ ഏത് വരാം? ഡിഡ് വരാം, അല്ലെങ്കിൽ വാസ് വരാം, വേർ വരാം. വെർബ് V2 വരാം, അല്ലെങ്കിൽ ഡിഡ്, വാസ്, വേർ ഇതിൽ ഏതെങ്കിലും ഒന്ന് അൺലെസ് കഴിഞ്ഞ് വന്നാൽ മറുഭാഗത്ത് വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ് പ്ലസ് V1. നമ്മൾ ഇഫ് പറഞ്ഞ അതേ റൂള് തന്നെയാണ്. അപ്പൊ അൺലെസ് പ്ലസ് V2 അല്ലെങ്കിൽ ഡിഡ് അല്ലെങ്കിൽ വാസ്, വേർ ഇതിൽ ഏതെങ്കിലും ഒന്ന് വന്നു കഴിഞ്ഞാൽ മറുഭാഗത്ത് ഏതൊക്കെ വരാം? വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ് പ്ലസ് V1 ഉത്തരമായിട്ട് വരുന്നു. നോക്കിയേ ചോദ്യം,
അൺലെസ് യു വെന്റ്, കണ്ടല്ല, അൺലെസ് വരുന്ന സെന്റൻസ് വെന്റ് എന്ന് പറയുന്നത് V2 നെ സൂചിപ്പിക്കുന്നു. V2 മറുഭാഗത്ത് ഏത് വരാം? വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ് പ്ലസ് V1. നോക്കിയേ, വിൽ മിസ് ഓപ്ഷനിലുണ്ട്, വുഡ് മിസ് ഓപ്ഷനിലുണ്ട്, വുഡ് ഹാവ് മിസ്ഡ് ഓപ്ഷനിലുണ്ട്, മിസ്ഡ് ഉണ്ട്. ഏത് ഉത്തരം വരുന്നു? വുഡ് മിസ് അവിടെ ഉത്തരമായിട്ട് വരുന്നു. അപ്പൊ പറഞ്ഞ അൺലെസിന്റെ രണ്ട് റൂൾ എന്ന് പറഞ്ഞേ, അൺലെസ് പ്ലസ് V1 അല്ലെങ്കിൽ എസിൽ അവസാനിക്കുന്ന വെർബ് അല്ലെങ്കിൽ ഏതൊക്കെ ഓക്സിലറി വരാം? ഈസ്, ആം, ആർ, ഹാസ്, ഹാവ്, ഡു, ഡസ് ഏതെങ്കിലും ഒന്ന് വന്നിട്ടുണ്ടെങ്കിൽ മറുഭാഗത്ത് എങ്ങനെ? വില്ല്, ഷോള്, ക്യാൻ, മേ പ്ലസ് V1. അൺലെസിന്റെ രണ്ടാമത്തെ റൂൾ ആണെങ്കിലോ അൺലെസ് പ്ലസ് V2 അല്ലെങ്കിലോ വാസ്, വേർ അല്ലെങ്കിൽ ഡിഡ് വന്നു കഴിഞ്ഞാൽ എങ്ങനെ മറുഭാഗത്ത്? വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ് പ്ലസ് V1 ഉത്തരമായിട്ട് വരുന്നു. അൺലെസ് ഒരു നെഗറ്റീവ് മീനിങ് വരുന്ന സെന്റൻസ് കൂടിയാണെന്ന് ഓർമ്മയിരിക്കുക.